കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതോടെ ദുരിതത്തിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്തെ ജനങ്ങൾ. ഒരാഴ്ച മുൻപ് പെയ്ത കനത്ത മഴയിൽ തന്നെ മണ്ണിടിഞ്ഞ് ചെളിയും മണ്ണും വീട്ടിലേക്ക് കയറി ജനങ്ങൾ ദുരിതത്തിലായതാണ്. അന്ന് കളക്ടറും തളിപ്പറമ്പ് MLAയും സ്ഥലം സന്ദർശിച്ച് ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ മഴക്കാലത്തും സമാന അനുഭവമാണ് ഇവിടെയുണ്ടായത്. ഒരു വർഷത്തിനിടയിൽ മണ്ണിടിച്ചിൽ പരിഹരിക്കാൻ കരാർ കമ്പനി കാര്യമായി ഒന്നും ചെയ്തില്ലെന്നാണ് ആക്ഷേപം. ജനപ്രതിനിധികളെയും ഭരണകൂടത്തെയും മേഘ കൺസ്ട്രക്ഷൻസ് ധിക്കരിക്കുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ആദ്യം പ്രശ്നത്തിനുടൻ പരിഹാരം കാണാമെന്ന് MLA മുൻപ് പറഞ്ഞ വാക്കുകൾ അത് നമുക്കൊന്ന് കേൾക്കാം. കുപ്പത്ത് ഉണ്ടായിട്ടുള്ള ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ചളിവെള്ളം ഒഴുകി വീട്ടിൽ താമസയോഗ്യമല്ലാതായി മാറിയിട്ടുള്ള അവസ്ഥ ഇതിനു മുമ്പേ തന്നെ ഞാൻ നേരിൽ വന്ന് കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഗവൺമെൻറ് ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ഒരു ഉന്നത തലത്തിലുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ചെറിയ നിസ്സാരമായ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകളുമായി കൂടി ചർച്ച ചെയ്ത് കോൺട്രാക്റ്റുകാരനുമായി കൂടി ചർച്ച ചെയ്ത് ഒരു ശാശ്വത പരിഹാരത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ ആ കാര്യത്തിൽ മുൻകൈ എടുക്കും. ഞാൻ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുകയും ചെയ്യും എന്നതാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം. അർജുൻ കല്യാട് ചേരുന്നു ആ സ്ഥലത്തു നിന്നും. അർജുൻ, ഉറപ്പിനൊന്നും ഒരു കുറവുമില്ല അല്ലേ? ഇതിപ്പോ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി നമുക്കറിയാം പരാതി പ്രവാഹമാണ്. അവരുടെ ധിക്കാരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അല്ലേ? കാരണം ബുദ്ധിമുട്ടിലാകുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളാണല്ലോ. അവരുടെ വീട്ടിലേക്ക് ഇപ്പോഴും ഇങ്ങനെ ചെളിയും മണ്ണും നിറഞ്ഞ് അവരതുമായി ജീവിക്കുന്നു അല്ലേ? റോഷ്നി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഉറപ്പ് അതിനൊരു ഉറപ്പുമില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. 2025 ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2026 ജൂൺ മാസമാണ്. ഇതേ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ 2025 കഴിഞ്ഞ വർഷം കുറേ ഉറപ്പുകൾ ഈ മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ആളുകൾ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളെല്ലാം ചേർന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകിയതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ശക്തമായ രീതിയിൽ മഴ പെയ്തപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന് തൊട്ട് താഴെയുള്ള ഏകദേശം 60ഓളം കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലാ കളക്ടറും തളിപ്പറമ്പ് MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എല്ലാവരും സ്ഥലത്തെത്തുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉറപ്പുകൾ നൽകുകയും ചെയ്തു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ഈ കരാർ കമ്പനിയോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ, അതായത് ആ കാര്യം നമ്മൾ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് കാണിച്ച് തന്നെ വ്യക്തമാക്കാൻ വേണ്ടി കഴിയും. ഈ പറയുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ മണ്ണിടിച്ചൽ രൂക്ഷമായ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ മണ്ണിടിഞ്ഞു വീണ പ്രദേശമാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ കരാർ കമ്പനിയുടെ ആളുകൾ നിർവഹിച്ചത് ഇതുപോലെ വലിയ, അതായത് ഏകദേശം കുറേ ഒരു 1/2 മീറ്ററോളം വണ്ണത്തിൽ വലിയ കോൺക്രീറ്റിൻ്റെ മതിലുകൾ കെട്ടി നിർത്തി. അതിനിടയിൽ ഇത്തരത്തിൽ വലിയ ഈ മൺതിട്ടയ്ക്കും ഈ കോൺക്രീറ്റ് ഭിത്തിക്കുമിടയിൽ ഇങ്ങനെ നമ്മുടെ ഈ കരിങ്കല്ലിൻ്റെ ചീളുകൾ കൊണ്ടിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തു. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു അണക്കെട്ട് കെട്ടിയ അവസ്ഥയിലാണ്. കാരണം ഈ സ്ഥലത്തൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഈ കാര്യങ്ങൾ ഇത് ശക്തമായ രീതിയിൽ ഒരു നിയന്ത്രണം വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ വെള്ളം അപ്പാടെ തന്നെ കുത്തിയൊലിച്ച് ദേശീയപാതയിലൂടെ ഇപ്പോൾ പണി നടക്കുന്ന ഭാഗത്ത് നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ പോകുന്ന നിരവധിയായിട്ടുള്ള വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന റോഡിലൂടെ നേരെ ചെന്ന് പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കുപ്പം CH നഗറിലുള്ള 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ്. ഈ കരാർ കമ്പനി ഇവിടെയുള്ള ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ആളുകളും ഈ പറയുന്ന എല്ലാവരും ചേർന്ന് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഇങ്ങനെ കുറേ ഉറപ്പുകൾ നൽകി, പക്ഷെ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അതുകൂടാതെ മിന്നാന്ന് കളക്ടർ വന്നു, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ ഇന്ന് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് അധികൃതരും ഡെയിലി അവർക്ക് റിപ്പോർട്ട് കൊടുക്കുക, കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അതിനെപ്പറ്റിയിട്ട് എന്താ ഉള്ളത് എന്നുള്ളത് അറിയത്തില്ല. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അണക്കെട്ട് കെട്ടിയ അവസ്ഥയിലുള്ളത്. അത് പറയുന്ന മേഖലയിലാകെ തന്നെ റോഷ്നി, ഇതിൻ്റെ താഴെ ഭാഗത്തു കൂടിയുള്ള കാഴ്ചകൾ കണ്ടാൽ നമുക്ക് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ പറയുന്ന സ്ഥലത്തുനിന്ന് വെള്ളം കുത്തി ഒലിച്ച്
താഴെ ഭാഗത്തേക്കാണ് ഒഴുകി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്ന് അങ്ങനെ തന്നെ വെള്ളം അപ്പാടെ കുത്തി ഒലിച്ച് താഴെ ഭാഗത്തേക്ക് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശി ഉൾപ്പെടെ ഈ വലിയ മൺതിട്ടയിൽ നിന്ന് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ട്. അത്രയും വലിയ ഉയരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചാക്കൊക്കെ നിറച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ വെള്ളം നിറയുകയാണ്. ഈ സ്ഥലത്താകെ വെള്ളം നിറഞ്ഞ് ആ പറയുന്ന അണക്കെട്ട് കെട്ടിയതുപോലുള്ള സ്ഥലത്തു നിന്നും കുത്തിയൊലിച്ച് ഈ വെള്ളം പോയി ചേരുന്ന ഭാഗമെന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. നേരെ താഴെ ഭാഗത്തുള്ള ജനങ്ങൾ താമസിക്കുന്ന 60ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്തേക്കാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ടാൽ എത്രമാത്രം ഭീകരമാണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. റോഷ്നി, ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഈ പ്രദേശത്താകെ തന്നെ വലിയ രീതിയിൽ മണ്ണും ചെളിയും ഒക്കെ നിൽക്കുകയാണ്. ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഇതൊക്കെ വെള്ളം ഒഴുകിപ്പോയി രൂപപ്പെട്ടിട്ടുള്ള വലിയ കുഴികളും വലിയ അത്തരത്തിലുള്ള ചാലുകളുമൊക്കെയാണ്. ഇത്രയും വലിയ ഒഴുക്ക് ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഇത്രയും വലിയ ചാലുകളൊക്കെ സാക്ഷ്യപ്പെടുന്നത്. ഇത് നേരെ പോകുന്നത് താഴെ ഭാഗത്തൊക്കെ നമുക്ക് വീടുകൾ കാണാൻ വേണ്ടി കഴിയും. ആ വീടുകളുള്ള ഭാഗത്തേക്കാണ് ഈ വെള്ളം അപ്പാടെ തന്നെ ഒഴുകി പോകുന്നത്. നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ മതിലുകൾ കെട്ടി ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ഈ വെള്ളവും ചളിയും ഒക്കെ താഴെ ഭാഗത്തേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒരുക്കവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ഈ കരാർ കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും വലിയ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിന് സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ കരാർ കമ്പനി ഇവിടെയുള്ള പ്രദേശവാസികളുമെല്ലാം നേരത്തെ തന്നെ ഈ കരാർ കമ്പനിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമെന്ന് പറയുന്നത് ഈ വെള്ളം ഒരുമിച്ച് ഇത് നോക്കൂ, വലിയ ഒരു കിണർ കുഴിച്ചതുപോലെയുള്ള അത്രയും ആഴത്തിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. വലിയൊരു ഈ വെള്ളം വന്ന ആഘാതത്തിൽ രൂപപ്പെട്ടതാണ് ഈ പറയുന്ന വലിയ കിണർ പോലുള്ള ഇത്രയും വലിയ ശക്തിയിലാണ് ഇവിടെ വെള്ളം വരുന്നത്. അതായത് ഒരു ചെറിയ തോട് അല്ലെങ്കിൽ ഒരു മിനി പുഴ എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. അത്ര തന്നെ അളവിൽ വെള്ളം ഇവിടത്തേക്ക് ഒഴുകി എത്തുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ വെള്ളമെല്ലാം ഒരിടത്ത് കേന്ദ്രീകരിക്കുകയും അവിടെ നിന്നും മെല്ലെ മെല്ലെ ഒഴുകി ഇവിടത്തേക്ക് എത്തുന്നതുമൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇവിടെയുള്ള ഇതുവഴി പോവുകയായിരുന്നു ഒരു ഓട്ടോ ചേട്ടൻ. ഇവിടെയുള്ള ആളാണോ? അതെ. അതെ. എന്താ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ ഈ വെള്ളം താഴേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നിങ്ങൾ നിത്യേന യാത്ര നിരന്തര പരിയാരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആളുകൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. അതെ 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 അതെ. യാത്ര ഡ്രൈവർമാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം ഇതേപോലത്തെ സംഭവം ഉണ്ടായത് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മുകളിലുള്ള മണ്ണൊക്കെ ഇടിഞ്ഞു വീണ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ വർഷമായിട്ട് ഒരു പരിഹാരം ഇതുവരെ കണ്ടില്ല. എത്രയും പെട്ടെന്ന് അധികൃതർ ശരിയാക്കണം. എല്ലാവരും ഉറപ്പ് പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അതെ അതെ അതെ. ഇവിടെ തന്നെ ഓടുന്നതാണോ? അതെ അതെ. ഇവിടെ ഓടുന്നൊരു ഓട്ടോ ചേട്ടനാണ്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ഇവിടെ നിർത്തി ഇറങ്ങിയതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ ഈ പരിസരത്ത് ഇവിടെയുള്ള പൊതുപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ഷുക്കൂർക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഭാഗത്തൊക്കെ നമുക്ക് നോക്കൂ റോഷ്നി, വലിയ ഒരു തോട് പോലെ തന്നെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ വലിയ കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. സത്യത്തിൽ നിങ്ങളൊക്കെ ഈ പറഞ്ഞു പറ്റിക്കുന്നൊരു നിലപാടാണോ ഇവിടെയുള്ള അധികാരികളുടെ ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പം നിങ്ങൾക്ക് ആരോട് പറയണം ഇത് പരിഹരിക്കാൻ എന്നുള്ളൊരു ചോദ്യമാണല്ലേ? അതെ അതെ അതെ. ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരു വർഷത്തിന് മേലായി. കഴിഞ്ഞ ജൂണിലും നമ്മൾ ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെയുള്ള പൊതുപ്രവർത്തകനായിട്ടുള്ള ഷുക്കൂർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സമീപനാണോ ഈ കരാർ കമ്പനിയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്? ഇത് ഈ മൂക്കിലെടുത്തോളം ഈ ജലദോഷം മാറൂല എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിൻ്റെ വർക്ക് നടക്കുന്നത്. കാരണം വെച്ചാൽ അവരെ ഈടുന്ന് പിന്മാറ്റിയിട്ട് പുതിയ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കരാർ കൊടുക്കാത്തിടത്തോളം കാലം ഈ ഒരു പണി കൃത്യമായി ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ മെഗാ കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്തത് ഒരു അണക്കെട്ട് കെട്ടുകയാണോ എന്നാണ് തോന്നുന്നത്. അണക്കെട്ട് മാത്രമല്ല, 2023, 24, 25, 26 3 വർഷമായി ഈ ജനങ്ങൾ അനുഭവിക്കുന്ന അനുഭവം ചെറുതല്ല. കാരണം വെച്ചാൽ അത്ര മാത്രം ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് കഴിഞ്ഞ മിഞ്ഞാന്ന് കളക്ടർ വന്ന് അന്ന് വരുന്നതെന്ന് പറയുമ്പം ഇട്ട ഒരു താൽക്കാലിക ഒരു ആശ്വാസമാണ്. ഒരു താൽക്കാലിക ആശ്വാസമല്ലാണ്ട് ഒരു ശാശ്വത പരിഹാരം. കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇവിടെ ഒരു നല്ല വെയിലായിരുന്നു. വെയിലും ആച്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
എന്നിട്ടും അവർ പിന്നെ അതിനൊരു പിന്നെ പരിഹാരം ഉണ്ടാക്കാൻ അവർ തുനിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ സാധാരണഗതിയിലാണെങ്കിൽ ഈ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ് തോന്നലെങ്കിൽ ഇവിടെ ഏതെങ്കിലും പണിക്കാരെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാ? നിങ്ങളിപ്പം പിന്നെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി. കാരണം വെച്ചാൽ ഇത് ഡെയിലി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പിന്നെ ഏറ്റവും ഉയർന്ന ആൾക്കാരുമായി ഞങ്ങൾ പിന്നെ നിരന്തരം സമ്പർക്കം പുലർത്തുകയാണ്. നമുക്ക് ഇവിടെയുള്ള ഈ വീട്ടിലിരുന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഉറപ്പുകൾ നൽകിയത്. ഉറപ്പ് തന്നെ ഇഗ്രിമെന്റ് ആക്കിയതാണ്. ആ ഇഗ്രിമെന്റിന് പിന്നെ എന്താ അത് പറയാൻ നമ്മൾക്ക് പിന്നെ വാക്ക് വരുന്നില്ല. കാരണം വെച്ചാൽ അതാ പറയേണ്ടത്. പക്ഷെ അത് നമ്മൾ ഇപ്പൊ പറയുന്നില്ല. കാരണം അത്ര മോശമായ പിന്നെ നിലയിലാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനി പോകുന്നത്. പക്ഷേ അത് തന്നെയാണ്. കാരണം ഈ പറയുന്ന ഇത്രയും വലിയ അളവിൽ മണ്ണുകൾ ഇടിഞ്ഞ് താഴെ വീണിട്ടും ഇതിന്റെ അധികാരികൾക്ക് ഒരു കുലുക്കവുമില്ല. കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ള ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഒരാഴ്ച മുമ്പ് MLAയും കളക്ടറും ഉൾപ്പെടെ ഈ സ്ഥലത്തേക്കെത്തി അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകളിൽ അവർക്ക് നൽകിയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ അവർ സംസാരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഒരു തരത്തിലും തീരുമാനമായിട്ടുണ്ടെങ്കിൽ തന്നെ കരാർ കമ്പനി എടുത്ത തീരുമാനങ്ങൾക്കെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന രീതിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പരിസരത്ത് ആരും ഒരു പണിക്കാരനെ പോലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ഇവിടെ കാണുന്നില്ല. അധികാരികൾ അവർ അത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിപ്പോ പലയിടങ്ങളിലും ഇങ്ങനെ വെള്ളം വീഴുന്ന കുഴികൾ, വെള്ളച്ചാട്ടം പോലുള്ളത്, അതുകൂടാതെ അതിശയിപ്പിക്കുന്ന മറ്റു കുഴികൾ, കയറ്റം ഇറക്കം. ഈ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി ഒരു അമ്യൂസ്മെന്റ് പാർക്കൊന്നുമല്ലല്ലോ അവിടെ നടത്തുന്നത്. ഒരു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പണികൾ, അതിൽ ജനം എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താം.